കെ ആർ സാജു വിവരങ്ങൾ നൽകാനുണ്ട്. സാജു, ഗോവിന്ദച്ചാമിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതിന്റെ സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന വിവരം. ഗോവിന്ദച്ചാമിയെ പിടികൂടി എന്ന വാർത്ത അവർ നിഷേധിക്കുകയാണ്. ഗോവിന്ദച്ചാമിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇപ്പോഴും അറിയിക്കണം എന്ന നിലപാടിൽ തന്നെ, ഔദ്യോഗികമായി അറിയിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്ന കാര്യം. അതോടുകൂടി നമുക്ക് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തി എന്ന വാർത്ത പോലീസ് തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ, ഗോവിന്ദച്ചാമി പിടിയിലായി എന്നത് സ്ഥിരീകരിക്കാൻ സംസ്ഥാനത്തെ ഉന്നത പോലീസ് വൃത്തങ്ങളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതോടുകൂടി ഇപ്പോഴും ഗോവിന്ദച്ചാമിക്കായി തിരച്ചിൽ തുടരുന്നു എന്ന നിഗമനത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. സ്വാഭാവികമായും പോലീസ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിടുന്നത് ഗോവിന്ദച്ചാമിയെക്കുറിച്ചുള്ള ഏതാണ്ടൊരു വിവരങ്ങൾ ജനങ്ങൾക്ക് കിട്ടണം. അതിനനുസരിച്ച് അവർക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ ആളുകളെ തോന്നുമ്പോൾ അത് പോലീസിലേക്ക് എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയും ആണ്. നമുക്കിപ്പോൾ ലഭ്യമായ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാം. 3:29 കണ്ണൂർ ജയിലിൽ ഉള്ളിലൂടെ തന്നെ ചാടിയ ശേഷം നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നേക്കുന്നത്. അതായത് ഏതാണ്ട് 4 മണിക്ക് മുമ്പായി തന്നെ ഈ ജയിൽ പരിസരം വിട്ടിരിക്കണം ഗോവിന്ദച്ചാമി എന്ന ഒരു നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. നേരത്തെ DCC ഓഫീസിന് പരിസരത്ത് കണ്ടയാൾക്ക് കറുത്ത ഷർട്ടായിരുന്നില്ല. അത് ഗോവിന്ദച്ചാമി തന്നെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജയിൽ ചാട്ടത്തിന് ശേഷം വീണ്ടും വസ്ത്രം മാറാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ മറ്റൊരാളുടെ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കാം ഉള്ള സാധ്യത തള്ളാനാവില്ല. ഒപ്പം തന്നെ ഗോവിന്ദച്ചാമിയൊക്കെ ആയതുകൊണ്ട് തന്നെ മറ്റെവിടുന്നെങ്കിലും ഒരു വസ്ത്രം ഇതിനിടയിൽ തുടരുക.